ഫസ്റ്റ് ഇയർ ഫാർമസി വിദ്യാർത്ഥിനി തൻ്റെ അപ്പൂപ്പനെയും കൊണ്ടാണ് ക്ലിനിക്കിൽ വന്നേക്കുന്നത്. അവളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ അഡിക്ഷൻ മാറ്റിത്തരണമെന്നാണ്. എന്തിനോടാണ് അഡിക്ഷൻ എന്ന് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷമായി 75 വയസ്സുള്ള ഈ അപ്പൂപ്പൻ ഉറങ്ങാൻ വേണ്ടി ക്ലോണാസിപ്പാം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഒരു 0.25 mg എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. അത് കഴിച്ചാലേ അപ്പൂപ്പന് ഉറക്കം വരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പൂപ്പൻ ഈ മരുന്നിന് അഡിക്റ്റഡാണ്. അതുകൊണ്ട് ഈ അഡിക്ഷൻ മാറ്റിത്തരണമെന്നാണ് അവളുടെ അപേക്ഷ. വിശദമായ ഒരു പരിശോധനയിൽ നമ്മൾ കാര്യം മനസ്സിലാക്കി. അദ്ദേഹത്തിന് ഉറക്കവുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകളുണ്ട്. ഈ കുട്ടിയോട് കൃത്യമായി പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇതായിരുന്നു, അപ്പൂപ്പൻ ഈ മരുന്നിന് അഡിക്റ്റഡ് അല്ല. മദ്യം പോലെ അഡിക്റ്റഡ് ആയിരുന്നെങ്കിൽ 5 വർഷം മുമ്പ് കഴിച്ചിരുന്ന അതേ ഡോസ് ഇപ്പോൾ കഴിച്ചാൽ ഉറക്കം കിട്ടുമായിരുന്നില്ല. മറിച്ച് അതിൻ്റെ ഡോസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ട അവസ്ഥ വന്നേനെ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിനനുസൃതമായ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ ഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും അതിൻ്റെ ചില രാസപ്രവർത്തനങ്ങളിൽ വ്യത്യാസം വരികയും ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ഇദ്ദേഹത്തിന് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം വന്നിരിക്കാൻ സാധ്യത. അതുകൊണ്ട് ഈ ചെറിയൊരു മരുന്ന് കഴിച്ച് സമാധാനമായി അദ്ദേഹം ഉറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം നല്ല രീതിയിൽ നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇതേ കണ്ടീഷനിൽ ഇതേ മരുന്നിൻ്റെ അളവിൽ മരണം വരെ തുടരുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. നമസ്കാരം. ഉറക്കത്തിന് മരുന്ന് കഴിക്കണമെന്നുള്ളത് പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഉറക്കത്തിന് മരുന്ന് കഴിച്ചാൽ പ്രശ്നമാകും എന്ന് ചിന്തിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം അതിനോട് നമ്മൾ അഡിക്റ്റഡ് ആകുമോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും അത് അഡിക്ഷനേക്കാൾ ഉപരി ചിലപ്പോൾ അതൊരു റിക്വയർമെൻ്റ് ആയിരിക്കാം. സോഡിയം കുറയുമ്പോൾ നമ്മൾ സോഡിയം കൊടുക്കുന്നത് പോലെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉറക്കവുമായി ബന്ധപ്പെടുത്തിയ ചില അസുഖങ്ങളുണ്ട്. ഉറക്കത്തിൽ മാത്രമേ, ഉറക്കത്തിൻ്റേതായ പ്രശ്നങ്ങൾ മാത്രമേ അവർക്കുണ്ടാകുള്ളൂ. ജീവിതത്തിലെ മറ്റൊരു മേഖലയിലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഉറക്കം മാത്രം പ്രശ്നമാകുന്ന ചില അസുഖങ്ങളുണ്ട്. ഇത്തരം അസുഖങ്ങളിൽ ചിലപ്പോൾ മരുന്ന് ആവശ്യമായി വന്നേക്കാം. മറ്റൊരു കാര്യം ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള സ്റ്റിഗ്മയാണ്. കാരണം ഇങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു രോഗിയാണെന്നുള്ള ധാരണ മറ്റുള്ളവർക്കുണ്ടാകുമോ എന്ന് പേടിച്ച് മരുന്ന് വേണ്ട എന്ന് പറയുന്ന ആളുകൾ. ഇങ്ങനെ ഉറക്കത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നത് ശരിയല്ലെന്ന് കരുതുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകൾ. ഭാഗികമായി ഇവരുടെ ചിന്ത ശരിയാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം ഉറക്കം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, ദ പ്രൈമറി കോസ് എന്ന് പറയുന്നത് ഈ ഉറക്കവുമായി ബന്ധപ്പെടുത്തിയ നമ്മുടെ ചില ശീലങ്ങളാണ്. അതുകൊണ്ട് ഉറക്കത്തിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമ്മുടെ നിദ്രാശീലങ്ങൾ അത് ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിദ്രാശീലങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്നാമതായി കൃത്യസമയത്ത് കിടക്കുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പലർക്കും വേണ്ട ഉറക്കത്തിൻ്റെ ദൈർഘ്യം വ്യത്യസ്തമാണ്. നോർമലി ഒരു 7 മുതൽ 9 മണിക്കൂർ വരെയൊക്കെയാണ് നമ്മൾ സാധാരണ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് വേണ്ട ഉറക്കത്തിൻ്റെ അളവ് എന്ന് പറയാറുള്ളത്. അപ്പോൾ കൃത്യസമയത്ത് കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അതുമായി സെറ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനറിയാം ഇന്ന സമയത്താണ് കിടക്കുന്നതെന്നും ഇന്ന സമയത്താണ് ഈ വ്യക്തി എഴുന്നേൽക്കുന്നതെന്നും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റഡ് ആകും എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു പ്രീ സ്ലീപ്പ് റൂട്ടീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിദ്രാപൂർവമായ ചില ശീലങ്ങൾ. നമ്മുടെ ശരീരത്തോട് നമ്മൾ ചില മെസ്സേജസ് കൊടുക്കണം, നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കൂടുതൽ ആവശ്യമുള്ള ചില പ്രക്രിയകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വളരെ സൈലൻറ്റ് ആൻഡ് കാം ആയിട്ടുള്ളൊരു മൂഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഡിം ആയിട്ടുള്ള ലൈറ്റും അറേഞ്ച്മെൻറ്റ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം ശാന്തമായ സ്ഥലമായിരിക്കണം. ശബ്ദത്തിൻ്റെ ഒത്തിരി ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇയർ പ്ലഗ്സ് ഉപയോഗിക്കാം. ചെവിയിൽ വയ്ക്കാൻ പറ്റുന്ന ഇയർ പ്ലഗ്സ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റൂമിൽ
നകത്തേക്ക് വളരെ അധികമായി ലൈറ്റ് കടന്നു വരാനുള്ള സാധ്യത, സ്ട്രീറ്റ് ലൈറ്റൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഡാർക്ക് കർട്ടൻസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ റൂമിൻ്റെ ടെമ്പറേച്ചർ ഒരു കൂൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഉറക്കത്തിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കിടന്നതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഉറക്കം വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ കിടക്കരുത്. കാരണം നമ്മളവിടെ കിടക്കുമ്പോൾ നമുക്ക് ചിന്ത വരും. നാട്ടിലെല്ലാവരും ഉറങ്ങുന്നു, ഞാൻ ഉറക്കൊളിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത, ഭയമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നതായിരിക്കും, ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലുന്നതായിരിക്കും. ഇങ്ങനെ കാമാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുക. പിന്നെ ഉറക്കം വരുമ്പോൾ മാത്രം നമ്മൾ കിടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഈ ഉറക്കത്തിന് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട ചില മേഖലകൾ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗമാണ്. പ്രത്യേകിച്ച് ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺസ്, കമ്പ്യൂട്ടറൊക്കെ. ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഉറക്കത്തിനോടും 1 മണിക്കൂർ മുമ്പ് ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബ്ലൂ സ്ക്രീൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ചില സെറ്റിങ്സ് നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ കണ്ണിനെ അധികം ഉത്തേജിപ്പിക്കുന്ന, ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന ആ ലൈറ്റുകൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്, പ്രധാനമായി കഫീൻ, കാപ്പി കുടിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പുകവലി, നിക്കോട്ടിൻ, ഇത് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഹെവി ആയിട്ടുള്ളൊരു ഭക്ഷണം നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ ഒരു കാര്യങ്ങൾ ആണ് നമ്മൾ ആദ്യമായി ഉറക്കവുമായി ബന്ധപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതാണ് സ്ലീപ്പ് ഹൈജീൻ അഥവാ നിദ്രാശുചിത്വം അല്ലെങ്കിൽ നിദ്രാശീലം, നല്ല നിദ്രാശീലങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ തന്നെ ഉറക്കം നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയുള്ളൂ. എന്തുകൊണ്ടാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരിക? കാരണം നമ്മുടെ ഈ ലോകത്തിലെ, ഭൂമിയിലെ തന്നെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. ഈ തലച്ചോറിൻ്റെ നാഡീവ്യൂഹ വ്യവസ്ഥയിൽ പലതരം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന രാസപ്രവർത്തനങ്ങളുടെ ചില ബൈ പ്രൊഡക്ട്സ് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുക, ഈ അടിഞ്ഞുകൂടിയ ഈ മാലിന്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യപ്പെടുന്നത് ഈ ഉറക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. നമ്മുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള മെമ്മറീസ് നമ്മുടെ ലോങ് ടേം മെമ്മറീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മെമ്മറീസിനെ അതിനെ കൺസോളിഡേറ്റ് ചെയ്യുക, അതിനെ ഉറപ്പിക്കുന്നത് നമ്മുടെ ഉറക്കത്തിലാണ്. അതുപോലെ തന്നെ പുതിയ കണക്ഷനുകൾ, ബ്രെയിൻ കണക്ഷനുകളൊക്കെ രൂപപ്പെടുന്നത് ഈ ഉറക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായ പല പ്രശ്നങ്ങളും, BP കൂടാനുള്ള കാരണങ്ങൾ, സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണങ്ങൾ, ഇത്തരം പല കാരണങ്ങളും ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായിരിക്കും. നമുക്ക് അടുക്കൽ പലതരം ഇൻഫെക്ഷൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഷുഗർ വരാൻ, ഡയബറ്റീസ് മെലിറ്റസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അമിതവണ്ണവുമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങളും ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്നത്. മാനസികാരോഗ്യ മേഖലയിലാണ് കൂടുതൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കാണാൻ സാധ്യത. പ്രധാനമായും പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട് ഈ ഉറക്കം നഷ്ടപ്പെടുന്നത്. ഈ ബൈപോളാർ ഡിസോർഡർ പോലെയുള്ള അസുഖങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഓരോ എപ്പിസോഡും മാനിക് എപ്പിസോഡ്സും ഡിപ്രസീവ് എപ്പിസോഡ്സൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ മരുന്ന് കൊടുത്ത് ചികിത്സിച്ചാലും ഈ ഒരു രോഗത്തിൽ നിന്ന് മുക്തി നേടാതിരിക്കുന്ന അവസ്ഥയും വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോഗ്നിറ്റീവ് കപ്പാസിറ്റി, തിങ്കിങ് കപ്പാസിറ്റിയിൽ ഇത് കാര്യമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങൾ, ജഡ്ജ്മെൻറ്റ്, ഒരു തീർപ്പ് കൽപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. നമ്മുടെ അറ്റൻഷൻ സ്പാൻ, നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ഓർമ്മയുടെ മേഖല, ഇതിലെല്ലാം ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മൂഡിനെ ഇത് ബാധിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും പെട്ടെന്ന് അസ്വസ്ഥരാകുന്നു,
പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ഇത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുന്നു. നമ്മൾ ജോലി മേഖലയിൽ ബന്ധമുണ്ടാവും, നമ്മുടെ വീടുകളിലെ ബന്ധവും. ഇത് രണ്ടിലും ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ കൃത്യമായ എഫക്റ്റ് ഉണ്ടാകും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത കാര്യമായി കുറഞ്ഞു വരുന്നു. നമ്മളുടെ കാര്യക്ഷമത, എഫിഷ്യൻസിയും കാര്യമായി കുറഞ്ഞു വരുന്നു. ഉറക്കം നഷ്ടപ്പെടുന്ന തൊഴിലാളികൾ മൂലം തൊഴിൽ നഷ്ടമാണ് ശരിക്കും ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ഉറക്കമൊളിച്ച് ചെയ്താൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും എന്നുള്ളതാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഉറക്കത്തെ വളരെ സീരിയസ് ആയി നമ്മൾ പരിഗണിക്കണം. കാരണം ഈ ഉറക്കം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിത നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫാണ് നഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഏത് തൊഴിൽ മേഖലയിലുള്ള ആളാണെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തന്നെ പ്രായോഗികമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആളുകളൊന്നും അന്വേഷിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ എത്ര സമയം ഉറങ്ങിയെന്നോ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും ആരും അന്വേഷിക്കില്ല. മറിച്ച് നിങ്ങൾ പ്രൊഡക്റ്റീവാണോ എന്നുള്ളതാണ് നിങ്ങളുടെ തൊഴിലുള്ള ആളുകളിലും നിങ്ങളുടെ ഇടപെടുന്ന മേഖലയിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉറക്കം നമ്മൾ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ അവകാശമാണ്. അതിലാദ്യമായി തീരുമാനങ്ങളും നിലപാടുകൾ എടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കത്തെ കുറേ കാര്യങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്തിട്ടും ശരിയാകുന്നില്ലെങ്കിലാണ് മരുന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൃത്യമായ മെഡിക്കൽ ഉപദേശം തേടിക്കൊണ്ട് അതിനാവശ്യമായ മരുന്നുകൾ നമ്മൾ കഴിക്കണം. കാരണം ഉറക്കം വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. നമ്മൾ പറയുന്ന പോലെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഉറക്കത്തിൻ്റെ പല സ്റ്റേജസും ഉണ്ട്. ഓരോ സ്റ്റേജിലും വരുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് പലതരം പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് വിദഗ്ധമായ അഭിപ്രായം തേടി ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമാണെങ്കിൽ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ഉറങ്ങാനുള്ളത് നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തെ തടസ്സപ്പെടുത്താൻ നമ്മൾ ആരെയും അനുവദിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.